ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സൺടാന് പോകാനുള്ള DIY ആണ്. ഇനി നമുക്ക് പ്രൊഡക്ട്സിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ അകത്ത് കുറേ പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടാവില്ല, ബിക്കോസ് ഞാൻ കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറില്ല. എന്താ യൂസ് ചെയ്യാതെ ചോദിച്ചാൽ പൈസ വേണം. ഓക്കെ, അതാണ് മെയിൻ റീസൺ. ഞാൻ അധികം എക്സ്പെരിമെൻറ്റ് ചെയ്യാത്തത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബോഡീനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ നിങ്ങൾ ബോഡി വാഷ്, അതായത് നിങ്ങൾക്ക് ബോഡി വാഷത്തിന് ആ ഒരു എക്സ്ഫോലിയേറ്റിംഗ് പ്രോപ്പർട്ടി വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 2 ബോഡി വാഷ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഈ ഫോക്സ്ടെയിലിൻ്റെ എക്സ്ഫോലിയേറ്റിംഗ് ബോഡി വാഷ്. ഇത് നിങ്ങൾക്ക് ബാക്ക് ആക്നെ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യണം, ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വർക്കാവും. പിന്നെയുള്ളത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ബോഡി വാഷാണ് കെമിസ്റ്റഡ് പ്ലേയുടെ ഈ നയാസിനമൈഡ് ബോഡി വാഷ്. ഇതിൻ്റെ അകത്ത് ലാക്റ്റിക് ആസിഡ്, സാലിസിലിക് ആസിഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് എനിക്ക് വർക്കായിട്ടുള്ളത് ഫോക്സ്ടെയിലിൻ്റെതാണ്. ബട്ട് പോപ്പുലാരിറ്റി ഈ കെമിസ്റ്റഡ് പ്ലേക്കാണ്. അതങ്ങനെ വന്ന് അതല്ലെങ്കിലും അങ്ങനെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല കുറേ പ്രോഡക്ട്സിന് പോപ്പുലാരിറ്റി ഭയങ്കര കുറവാണ്, അണ്ടർ റേറ്റഡ് ആണ് അതൊക്കെ. ബട്ട് ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഫോക്സ്ടെയിലിൻ്റെതാണ്. കെമിസ്റ്റഡ് പ്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ജെൻറ്റിലായിട്ടാണ് നിങ്ങൾക്ക് എക്സ്ഫോലിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ബോഡി ലോഷനിലേക്ക് വരാം. ബോഡി ലോഷൻ ഞാൻ ആകെ ഒരു ബോഡി ലോഷനാണ് ഞാൻ ഇങ്ങനെ എക്സ്ഫോലിയേറ്റിങ് അല്ലെങ്കിൽ ടാൻ റിമൂവൽ അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഈ വിഷ് കെയറുടെ AHA ബോഡി ലോഷനാണ്. സീനിയസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി വെച്ചാൽ എനിക്ക് ആ ടെക്സ്ചർ ഇഷ്ടമായി. മൊത്തത്തിൽ എനിക്ക് അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കിപ്പോൾ കുറച്ചുകൂടി ഞാൻ വിഷ് കെയറുടെ പ്രൊഡക്ട്സ് ഞാൻ കുറച്ചുകൂടി ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഇഷ്ടമായി ചാക്ക അങ്ങനെ പറഞ്ഞുതരാൻ കഴിയില്ല. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ടെക്സ്ചർ എനിക്കിഷ്ടമായി, എൻ്റെ സ്കിന്നിൽ ഇരിക്കുന്നത് ഇഷ്ടമായി. മൊത്തത്തിൽ അതെനിക്ക് അതിനെ ഭയങ്കരമായിട്ട് എനിക്ക് പിടിച്ചിരിക്കും. പിന്നെ നിങ്ങൾക്ക് ലൈറ്റായിട്ട് വിഷ് കെയറിൻ്റെ അത്ര ഇത് വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ വാസലിൻ്റെ ഗ്ലൂട്ടാഹൈയ എന്ന് പറഞ്ഞ ബോഡി ലോഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷനാണ് നോക്കി നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വാസലിൻ്റെ ഗ്ലൂട്ടാഹൈയ പെർഫെക്റ്റ് ആണ്. ഇത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷൻ വേറെ ഇല്ല, എൻ്റെ അറിവിൽ എന്തായാലും ഇല്ല. ഓക്കെ, കൺസിസ്റ്റൻസി വെച്ചിട്ട് വിഷ് കെയറുടെ കുറച്ചുകൂടി തിക്കാണ്, ഇത് ഭയങ്കര ലൈറ്റാണ്. നമുക്ക് ആ ഒരു ബട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അത് ഹൈഡ്രേഷൻ പോരാ. വാസലിൻ്റെ ഗ്ലൂട്ടാഹൈഡ് ആ ഒരു ഹൈഡ്രേഷൻ മതിയാവില്ല. ഇനി നിങ്ങളിത് ബോഡി ലോഷനാണോ ബോഡി വാഷ് ആണോ വേഗം വർക്ക് ആവുക ചോദിച്ചാൽ ഓഫ്കോഴ്സ് ബോഡി ലോഷനാണ് വേഗം വർക്ക് ആവുക. ബിക്കോസ് ബോഡി വാഷ് നമ്മൾ അല്ലെങ്കിൽ ഷവർ ജെല്ല് നമ്മൾ വേഗം കൈ കളയും. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടു, ഒന്ന് സ്ക്രബ് ചെയ്ത് അല്ലെങ്കിൽ മസാജ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ കൈ കളയും, അധികം നേരം സ്കിന്നിൽ വെക്കുന്നില്ല. സോ ബട്ട് ഇത് ബോഡി ലോഷൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ കുളിഞ്ഞ് കഴിഞ്ഞ് വന്നാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ കഴുകിക്കളയൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ അടുത്ത കുളിക്കുമ്പോഴാണ് അത് കഴുകിക്കളയാൻ, അത്ര നേരം അത് ബോഡിയിലുണ്ട്. കുറേ നേരം നിൽക്കുന്നത് അതാണ് കമ്പാരിറ്റീവ്ലി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബോഡി ലോഷൻസ് മാത്രമല്ല, മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ്, ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ്, ഹൈഡ്രേറ്റിംഗ് സിറംസ് ഒക്കെ, ഇങ്ങനത്തെ ഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് സാധനങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഡാം സ്കിന്നിൽ വേണം യൂസ് ചെയ്യാനായിട്ട്, ഡ്രൈ സ്കിന്നിൽ യൂസ് ചെയ്യരുത്. ഡാം സ്കിൻ എന്ന് വെച്ചാൽ ഈർപ്പുള്ള സ്കിന്ന്, ചെറിയൊരു നനവുള്ള സ്കിന്ന്, അല്ലാതെ വെള്ളമുള്ള സ്കിന്നല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സൺസ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബോഡി സൺസ്ക്രീനായിട്ട് ആകെ ട്രൈ ചെയ്തത് വിഷ് കെയറുടെ സൺസ്ക്രീൻ ലോഷൻ ഉണ്ടല്ലോ, അത് മാത്രമാണ്. ഇനി നിങ്ങൾ ബോഡി സ്ക്രബാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ ഡവിൻ്റെ ഈ ഒരു ബോഡി സ്ക്രബ് ഉണ്ടല്ലോ അത് മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. കെമിസ്റ്റഡ് പ്ലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു ബോഡി സ്ക്രബ്, അങ്ങനെ എക്സ്ഫോലിയേറ്റിംഗ് തന്നെ. ബട്ട് ഞാനിങ്ങനെ ഫിസിക്കൽ സ്ക്രബിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുക ഓഫ്കോഴ്സ് കെമിക്കൽ സ്ക്രബാണ്. നിങ്ങളെ ഇഷ്ടമാണ് ഇത് യൂസ് ചെയ്യണത്, ബട്ട് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കെമിക്കൽ സ്ക്രബാണ്, അതുകൊണ്ടാണ് ഞാൻ അത് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറൊരു അടിപൊളി സാധനം ഞാൻ പറഞ്ഞുതരാം, നാൽപ്പാമരാതി ഓയിൽ. നിങ്ങൾക്ക് സൺ ടാൻ ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് ആൻഡ് ഗ്ലോയി സ്കിന്നൊക്കെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് സാധനമാണ് നാൽപ്പാമരാതി ഓയിൽ. ഇത് ഇപ്പോൾ പോപ്പുലർ ആയതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നേ ഉള്ളൂ. ബട്ട് ഞാൻ ഇത് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നു, മീൻസ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ സ്റ്റോപ്പ് ചെയ്ത്.
അങ്ങനെയൊക്കെ അടിപൊളി സാധനമാണ്. ബട്ട് ഇത് ഫേസിൽ യൂസ് ചെയ്യാവോ ചോദിച്ചാൽ, നാൽപ്പാമരാതി ഓയിലിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിലുണ്ട്, അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിനകത്ത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ആർക്കൊക്കെ ഫേസിൽ യൂസ് ചെയ്യാം, ഫേസിൽ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്ത് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഫേസിൽ വേണം യൂസ് ചെയ്യാം. ബട്ട് ബോഡിയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ചിട്ടൊക്കെ കുളിക്കുക. അടിപൊളി സാധനമാണ്. ഓക്കെ, ഇനി നമുക്ക് ഫേസിലേക്ക് വരാം. ഞാൻ ബോഡിയിൽ ഇത്ര സാധനമൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഫേസിൻ്റെ അടുത്തേക്ക് വരാം. ഫേസിൻ്റെ അടുത്തേക്ക് നിങ്ങൾ മാസ്ക് നോക്കി നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു DIYയുടെ വീഡിയോ ഞാൻ തന്നിട്ടുണ്ട്. അത് ബോഡിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഫേസിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് പറയാൻ വിട്ടുപോയൊരു സാധനം എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ശർക്കരയും പാലും. ശർക്കര ഈ പാലിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് കുറുക്കിയെടുക്കാം. എന്നിട്ട് അത് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കും. ഇത് ആഴ്ചയിൽ 3 തവണ അല്ലെങ്കിൽ 2 തവണ അത്രേ യൂസ് ചെയ്യണ്ടു, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണ. അതിൽ കൂടുതലൊന്നും യൂസ് ചെയ്യരുത്. പിന്നെ ഓഫ് കോഴ്സ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. നിങ്ങളിങ്ങനെ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളിപ്പോൾ DIY ആണെങ്കിൽ പോലും നിങ്ങൾ സൺസ്ക്രീൻ അന്നേരം യൂസ് ചെയ്യണം, വീട്ടിലിരിക്കുമ്പോഴല്ല പുറത്ത് പോകുമ്പോഴും. പിന്നെ എന്താ പറയാൻ വന്നത്, പിന്നെ ഇത് നിങ്ങൾക്ക് പാല് അലർജിയുള്ള സ്കിന്നൊക്കെ ഉണ്ട്. എനിക്ക് പാല് പറ്റത്തില്ല, അത് കൺസ്യൂം ചെയ്യാനും എനിക്ക് പറ്റത്തില്ല, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയുള്ളവർ ഇത് യൂസ് ചെയ്യണ്ട. ഓക്കെ. പിന്നെ ശർക്കരയും ഓയിലി സ്കിന്നിന് ഞാൻ ഒട്ടും റെക്കമെൻഡ്, ഓയിലി സ്കിന്നിനേക്കാളും ആക്നി പ്രോൺ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് ട്രൈ ചെയ്ത് നോക്കിക്കോ, പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ഐ ഡോണ്ട് തിങ്ക് എല്ലാവർക്കും എന്തായാലും വർക്ക് ആവാൻ പോകുന്നില്ല. ഓക്കെ. ശർക്കരയും പാലും എല്ലാ സ്കിന്നിനും പറ്റത്തില്ല. പറ്റുന്നവർക്ക് അടിപൊളി DIY ആണ്. ഇനി ഫേസ് മാസ്കിലേക്ക് വരുവാണെങ്കിൽ, ഫേസിലല്ല നിങ്ങൾക്ക് ബോഡിയിലും ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ഫോക്സ്ടെയിലിൻ്റെ ഈ ഒരെണ്ണം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കുറേ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കുറേ പേരുടെ റിവ്യൂ എടുത്തിട്ടുണ്ട്. ഇവൻ എനിക്കിങ്ങനെ സ്കിൻ കെയർ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡൗട്ട്സൊക്കെ ചോദിച്ചു വരുന്നവരുടെ ഒക്കെ അവരെയൊക്കെ റിവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ എന്ത് പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും ഇൻഗ്രീഡിയൻറ്റ് ലേബൽ വായിച്ചിട്ടുണ്ടായിരിക്കണം. മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഇൻഗ്രീഡിയൻറ്റ് ലേബൽ. പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ ഇങ്ങനത്തെ പുറത്തുനിന്ന് നിങ്ങൾ ഓൺലൈൻ ഇവരെ വെബ്സൈറ്റിൽ നിന്നല്ല വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേർപ്പിൾ, ടിറ, നൈക്ക അങ്ങനത്തേനൊക്കെ വാങ്ങാൻ നോക്കുക. മീഷോ അങ്ങനത്തെ ഇതിൽ നിന്നൊന്നും വാങ്ങാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല, ബിക്കോസ് ഫേക്ക് പ്രൊഡക്ട്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കടയിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കണ്ണൂരായതുകൊണ്ട് ഞാൻ പറയുവാണ്, കണ്ണൂർ പേർപ്പിളിൻ്റെ സ്റ്റോറുണ്ട്, അവിടെ പോയി വാങ്ങുക. അല്ലാതെ നോർമൽ കടയിൽ നിന്നാണെങ്കിൽ എനിക്ക് പറയാൻ കഴിയില്ല അത് എത്രത്തോളം അത് ഫേക്കാണോ അല്ലയോ എന്നുള്ളത് നമുക്കങ്ങനെ ഇതാക്കാൻ കഴിയില്ലല്ലോ. സോ സേഫായിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്യൂട്ടി ആപ്ലിക്കേഷൻസിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പേർപ്പിൾ, നൈക്ക ഇവരുടെ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങാൻ നോക്കുക. ഓക്കെ. കണ്ണൂർ ആയതുകൊണ്ടാണ് ഞാൻ കണ്ണൂരുള്ള പർപ്പിളിനെ പറഞ്ഞത്. എനിക്ക് വേറെ എവിടെയൊക്കെ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഓക്കെ, ഇനി നമുക്ക് പീലിങ്ങിലേക്ക് വരാം. ഇത് പീലിംഗ് സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഫേസിലും യൂസ് ചെയ്യാം, ബോഡിയിലും യൂസ് ചെയ്യാം. ബട്ട് സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ യൂസ് ചെയ്യണം. പിന്നെ ടീനേജേഴ്സ് ആരും തന്നെ ഇങ്ങനത്തെ ഒരു സാധനത്തിലേക്കും പോകണ്ട എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണം നാൽപ്പാമരാതി ഓയിൽ യൂസ് ചെയ്യാം, ബോഡി സ്ക്രബ് വേണ്ടല്ലോ. നിങ്ങളൊരു 15 ഒക്കെ ആയെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ, കുഴപ്പമില്ല. നോക്കണേടാ, നോക്കിയിട്ടൊക്കെ ട്രൈ ചെയ്യണം. പിന്നെ ഓഫ് കോഴ്സ് സൺസ്ക്രീൻ വേണം. അതിപ്പോൾ ബോഡിയിലായാലും സൺസ്ക്രീൻ വേണം, ഫേസിലായാലും വേണം. പിന്നെ പീലിംഗ് സൊല്യൂഷൻ ഒന്നും നിങ്ങൾ ട്രൈ ചെയ്യണ്ട. പിന്നെ വിഷ്കയുടെ HA ബോഡി ലോഷൻ നിങ്ങൾ ട്രൈ ചെയ്യണ്ട. പിന്നെ വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ വേണമെങ്കിൽ ട്രൈ ചെയ്തു. പിന്നെ ഫോക്സ്ടെയിലിൻ്റെ എക്സ്ഫോലിയേറ്റിംഗ് ബോഡി വാഷും കെമിസ്റ്റർ പ്ലേയുടെ ബോഡി വാഷും നിങ്ങൾ ട്രൈ ചെയ്യണ്ട. ഓക്കെ. ടീനേജേഴ്സിൻ്റെ സ്കിന്ന് കുറച്ചുകൂടി സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. സൂക്ഷിച്ചും കണ്ടിട്ട് മാത്രമേ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇനി പീലിങ്ങിലേക്ക് വരാം. പീലിങ് ഓർഡിനറിയുടെ പീലിംഗ് ഉണ്ട്, പീലിംഗ് സൊല്യൂഷൻ. പിന്നെ അതുപോലെ തന്നെ അണ്ടർ റേറ്റഡിൻ്റെ, പിന്നെ കെമിസ്റ്റർ പ്ലേയുടെ. ഇത് 3 നല്ലതാണ്. പിന്നെ ഇത് ഒരു പ്രൊഡക്റ്റും എസ്പെഷ്യലി ഇങ്ങനത്തെ പീലിങ്ങും കാര്യങ്ങളൊക്കെ
പീലിംഗ് സൊല്യൂഷനൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് കണ്ടിട്ടും യൂസ് ചെയ്തിട്ടില്ലേ സ്കിന്ന് അത്രക്കും ഡാമേജ് ആവും. സോ സൂക്ഷിച്ചും കണ്ടിട്ടും യൂസ് ചെയ്യണം. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ ഞാൻ പറഞ്ഞു തന്നു അല്ലെങ്കിൽ ഇതെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒബ്സഷനായിട്ടോ അല്ലെങ്കിൽ ട്രെൻഡിൻ്റെ പിറകെ പോയിട്ടൊന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അതെല്ലാം പറഞ്ഞില്ലേ? കഴിഞ്ഞു. സോ അത്രയേ ഉള്ളൂ വീഡിയോ. ഭയങ്കര ഷോർട്ട് വീഡിയോ ആണ്. നമ്മൾ ഇപ്പോൾ കുറച്ചായല്ലേ ഈ ഒരു ലെങ്ത്തിലുള്ള വീഡിയോ ചെയ്തിട്ട്. ഞാൻ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ഒക്കെ 30 മിനിറ്റ് ഒക്കെ പോവും. ഹാഫ് ആൻ അവർ അങ്ങനെ പോവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്, ടേക്ക് കെയർ. പിന്നെ എന്തൊക്കെ വീഡിയോ വേണം എന്നുള്ളത് പറയാം. പിന്നെ ഈ വീഡിയോൻ്റെ ഫീഡ്ബാക്ക് പറയാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാം, എന്താ റിപ്ലൈ തരും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു, ടേക്ക് കെയർ. ഓക്കെ.